വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലബാറിലൊക്കെയുള്ള പലഹാരമായിട്ടുള്ള ചട്ടിപ്പത്തിരിയുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വീറ്റ് വേർഷനാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചക്കപ്പഴം വെച്ചാണ്. അത് നല്ല മെൽട്ടായി പോവും, വായിൽ വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റാണിത്. അത് നമ്മുടെ ഫേവറേറ്റ് ചെമ്പരത്തി ചക്കപ്പഴമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ചട്ടിപ്പത്തിരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 10-20 ചുള ചക്കപ്പഴം മതിയായിരിക്കും. അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ തിരുമിയത്, പിന്നെ മുട്ട ചിലപ്പോൾ ഇത് പോരായിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ചട്ടിപ്പത്തിരിക്കകത്ത് ഫില്ല് ചെയ്യാനുള്ള കൂട്ട് റെഡിയാക്കുവാണ്. ആദ്യം ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോഴത്തേക്കിന് അതിനകത്തൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് മെൽറ്റ് ആകുമ്പോഴത്തേക്കിന് നമുക്കതിനകത്തോട്ട് ഒരു പിടി കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10 എണ്ണം വെച്ച് മതി. അതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീരയും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. തേങ്ങാപ്പീര അങ്ങ് ഫ്രൈ ആകുമൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വെച്ചാൽ മതി. നെയ്യ് എല്ലായിടത്തും ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഈ ചട്ടിപ്പത്തിരിക്കകത്ത് നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടി 2 മുട്ട എടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പീര അവിടെ കിടന്ന് വേകുന്ന സമയം കൊണ്ട് 2 മുട്ട, അതിലോട്ട് ഏകദേശം 1 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ തേങ്ങാപ്പീരയിലോട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചിക്കി എടുക്കണം. ഇനി നമ്മുടെ തേങ്ങാപ്പീര ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മധുരം ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്തിട്ട് നമുക്ക് ചിക്കിയെടുക്കാം. ഇതേപോലെ തേങ്ങാപ്പീര എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പീര പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ ഒരു സൈഡിലോട്ട് തേങ്ങാപ്പീര മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ദണ്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചിക്കിയെടുക്കുക. മുട്ട നന്നായിട്ട് ചിക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ വേണ്ട മുട്ട നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പീരയും കൂടെ ചേർക്കുക. അതിനുശേഷം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴവും കൂടെ ചേർക്കാം. ഇപ്പോൾ മുട്ടയും തേങ്ങാപ്പീരയും എല്ലാം ചേർത്ത് നമ്മൾ വേണ്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൂർത്തിയായി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് മധുരമോ കാര്യങ്ങളോ ഇനി എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. ഈ ചക്കപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ചക്കപ്പഴം വേകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിത് എല്ലാമായിട്ടൊന്ന് യോജിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദമാവാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നല്ല നിറച്ച് 1 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനൊരു കളറിന് വേണ്ടിയാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ 1 മുട്ട, ഒരിച്ചിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിനകത്തോട്ടൊരു 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്തേച്ചാൽ മതി. കണ്ടോ? എന്നിട്ടൊന്ന് ചെറുതായിട്ട് നമ്മൾ ഒട്ടും കട്ടയില്ലാതെ ഇത് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്തേച്ചാലും മതി. നമ്മളൊരു ക്രീപ്പ് കേക്കൊക്കെ ഉണ്ടാക്കത്തില്ല, അതേപോലെ ഒരു തിന്നായിട്ടുള്ള ദോശ വേണം നമ്മൾ ഇതിനു വേണ്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ അതുകൊണ്ട് ഇതേപോലൊന്ന് നമ്മൾ ദോശ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ പത്തിരിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയൊക്കെ ചേരുന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു സ്വാദൊന്നും അറിയത്തേ ഇല്ല കേട്ടോ. നമ്മൾ ഈ ഏലക്കാ പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് മുട്ടയുടെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മുടെ ഈ പത്തിരിയുടെ ബാറ്റർ. ഞാൻ ഒരു ദോശ പാൻ വെച്ചിട്ടുണ്ട്.
നമുക്കിത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നെയ്യ് തടവിയിട്ടോ അല്ലെങ്കിൽ എണ്ണ തടവിയിട്ടോ വേണം നിങ്ങൾ ദോശ ഇടാനായിട്ട്. അപ്പം ഞാനൊരു ചെറിയൊരു തവിയിൽ ദോശമാവ് എടുത്തിട്ട് ഇതേണ്ട ജസ്റ്റ് വളരെ തിന്നായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ വളരെ തിന്നായിട്ട് നമ്മൾ ഏത് പാത്രമാണോ പത്തിരിക്ക് എടുക്കുന്നത് ആ ഒരു സൈസിൽ വേണം നമ്മൾ ഈ ദോശ പരത്തിയെടുക്കാനായിട്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഞാൻ ഈ ദോശ തിരിച്ചിടത്തില്ല കേട്ടോ, ഈ പത്തിരി ഞാൻ തിരിച്ചിടത്തില്ല. ഇതേപോലെ വൺ സൈഡ് മാത്രമേ കുക്കാകത്തുള്ളൂ. അങ്ങനെ നമുക്ക് ബാക്കി നമുക്ക് എത്ര ലെയർ വേണോ അതനുസരിച്ചുള്ള ദോശ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ ഏകദേശം ഒരു 8 ദോശ ഉണ്ടാക്കുന്നുണ്ട്. വളരെ തിന്നായിട്ട് വൺ സൈഡ് മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചിടാം. പക്ഷേ നമുക്ക് ആ വൺ സൈഡ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു പത്തിരി എടുക്കുമ്പോഴത്തേക്കിനും നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറായിരിക്കും. നമുക്ക് നാവിൽ അലിഞ്ഞു പോകുന്ന അത്ര ടേസ്റ്റ് ആയിരിക്കും. അപ്പം ബാക്കി മാവും കൂടെ ഇതേപോലെ നമുക്ക് ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരിക്കുള്ള ദോശ എല്ലാം പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് എങ്ങനെ പത്തിരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പത്തിരിക്കുള്ള ദോശ, പിന്നെ നമുക്ക് അതിനുള്ള ഫില്ലിങ്, പിന്നെ ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇത് നമ്മൾ മുക്കിയാണ് ഈ ദോശ മുട്ടയിൽ മുക്കിയിട്ടാണ് നമ്മളിത് ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നമ്മൾ ഈ ഏലക്കാപ്പൊടി ചേർക്കുന്നത് ഈ മുട്ടയുടെ മണം വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വേണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം, പക്ഷേ പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. അങ്ങനെ ലെയർ ചെയ്യാനായിട്ട് പത്തിരി ഡിപ്പ് ചെയ്യാനുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്യാം. അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാനാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒരു ദോശക്കല്ലോ അങ്ങനത്തെ ഏതിൻ്റെയും മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് സെറ്റായിട്ടിരിക്കുകയാണ്, നെയ്യെല്ലാം മെൽട്ടായിട്ട്. അപ്പോൾ ഓൾറെഡി ഈ ദോശക്കല്ല് നമ്മൾ തീ കത്തിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത് ചൂടായിട്ട് ചെറു ചൂടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു ദോശ എടുക്കുക, നമ്മൾ ഈ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കുക, 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാനിൽ ഇട്ട് കൊടുക്കുക, നേരെ ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയുടെ കൂട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ വെതറിയിടുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചായാലും മതി. ഇതിൻ്റെ അറ്റത്തോട്ടെങ്ങും പോവാതെ മിഡിൽ പോർഷനിൽ മാത്രം നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെയും ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. ഒരു ദോശ എടുക്കുക, മുട്ടയുടെ ബാറ്ററിൽ മുക്കുക, പിന്നെ ഇത് ലെയർ ചെയ്യുക. അങ്ങനെ നമുക്ക് ഇഷ്ടമനുസരിച്ച് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കണ്ടല്ലോ, ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിനി അടുത്ത ചക്കയുടെ കൂട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ ചെയ്യുക. അങ്ങനെ നമുക്കൊരു 8 മുതൽ 10 വരെ ലെയർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 8 ലെയറോളം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കപ്പഴ ചട്ടിപ്പത്തിരിയുടെ ലാസ്റ്റ് ലെയറാണിത്. കണ്ടല്ലോ. എന്നിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ എഡ്ജ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എഗ് ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഈ ദോശ ആ എഗ് ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മളിതെല്ലാം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് വരുന്ന ബാറ്റർ നമ്മൾ ഇതിൻ്റെ സൈഡിലെല്ലാം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ഈ ചട്ടിപ്പത്തിരിയുടെ എന്തെങ്കിലും വിടവ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പെല്ലാം അങ്ങ് ഫില്ല് ചെയ്യും. കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇതൊരു അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഇത് വെന്ത ശേഷം കുറച്ച് ഒരു നമ്മൾ നേരത്തെ ഇതിനിടയ്ക്ക് ഫില്ല് ചെയ്യാൻ വെച്ചിരുന്ന ചക്കപ്പഴത്തിൻ്റെ കൂട്ട് ജസ്റ്റ് ഒന്ന് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് വെതറിയിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെക്കുക.
15 മിനിറ്റിന് ശേഷം നമ്മുടെ ചട്ടിപ്പത്തിരി നോക്കിയപ്പോൾ തന്നെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിരിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ ഞാൻ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു ചെറിയൊരു നെയ്യ് തടവിയിട്ട് അതിലോട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ചട്ടിപ്പത്തിരി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്കിന് ഇത് അതിൻ്റെ മറു സൈഡും റെഡിയായി കിട്ടും. അപ്പോൾ രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മുടെ ചട്ടിപ്പത്തിരി വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസണാണല്ലോ ഇപ്പം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിയൊക്കെ നല്ല റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചട്ടിപ്പത്തിരി ചക്കപ്പഴം വെച്ചിട്ടുള്ള. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. കണ്ടില്ലേ, നല്ല ലെയറൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസണാണല്ലോ. അപ്പം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മധുരം ചേർക്കുക. ഓവർ മധുരം ആയാൽ ചക്കപ്പഴത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ മധുരമാകുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.